രാധേ കുഞ്ഞേ, നീ വന്നോ? വാ, കേറി വാ. ജാനു, സത്യം വന്നില്ലേ? ഇല്ല കുഞ്ഞെ, അവൻ നല്ല ഉറക്കാ. കുറച്ച് കഴിഞ്ഞ് വരും. സ്കൂളിൽ പോണ്ടതല്ലേ. ശരി. നീ ആ കപ്പ എടുത്ത് ചായ ഒഴിച്ചു കൊടുക്കട്ടെ, എന്നിട്ട് അച്ഛനും മക്കൾക്കും കൊടുക്കട്ടെ. ആ ദോശ ഉണ്ടാക്കുക കേട്ടോ. ഗോപിയേട്ടാ, ഗോപിയേട്ടാ, ഞാൻ കുറച്ചൊന്ന് കിടക്കട്ടെ. ഈ ചായ ഒന്ന് കുടിച്ചേ. ഈ പിന്നെ ഒരു കാര്യം, നമ്മുടെ കമ്പനി മാനേജർ വിളിച്ചിരുന്നു. ഞാനത് മറന്നു. 2 ദിവസം കഴിഞ്ഞ് ബോംബെക്ക് പോകണം, ബിസിനസിന്റെ ആവശ്യത്തിന്. അയ്യോ, ടിക്കറ്റ് കാര്യം പറഞ്ഞിരുന്നു. അതാ വിളിച്ചത്. എന്നാൽ ഞാൻ പിള്ളേരെ ഒന്ന് വിളിച്ചായിരുന്നു. ശരി ശരി. പെട്ടെന്ന് ചായ കുടിച്ചിട്ട് വാ. അമ്മയുടെ പൊന്നുമക്കൾ എഴുന്നേറ്റോ? അമ്മ വന്ന് വിളിക്കാനിരിക്കായിരുന്നു. അമ്മയുടെ മക്കളല്ലേ, അമ്മയുടെ ചിട്ടകളൊക്കെ ഞങ്ങൾക്ക് അറിയാം. അമ്മയുടെ പൊന്നുമക്കൾ തന്നെയാണ്. എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റ്, സ്കൂളിൽ പോകാൻ ബസ് ഇപ്പൊ വരും. പെട്ടെന്ന് വാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. സത്യ, നീ വന്നോ? കേറിയിരിക്കടാ. സ്കൂൾ ബസ് ഇപ്പൊ വരും. നിന്റെ സ്കൂൾ ഇവിടെ അടുത്തല്ലേ? അമ്മ മുടി കെട്ടാൻ. മുടി കെട്ടാൻ. ജാനു, നീ ഇതെല്ലാം എടുത്തോണ്ട് ഡൈനിങ് ടേബിളിലോട്ട് വെക്ക്. ഞാൻ മോളുടെ മുടിയൊന്ന് കെട്ടിയിട്ട് പോരാ. ഗോപിയേട്ടൻ കമ്പനി പോകുന്നില്ലേ? ഞാൻ പോകുന്നില്ല. ഉച്ച കഴിഞ്ഞേ പോകുന്നുള്ളൂ. കമ്പനിലേക്ക് വിളിച്ചു പറഞ്ഞു. സത്യ, വാമോനെ കഴിക്ക്. നീ ഇന്ന് മാറിയിരുന്നേ. അമ്മേ ബൈ. സത്യം മോനെ, നിനക്ക് സ്കൂളിൽ പോറായില്ലേ? നിന്റെ അമ്മച്ചി ആ അടുക്കളയിലുണ്ട്, നീ പോയി കാണുക കേട്ടോ. ഗോപിയേട്ടാ, എനിക്ക് ബോംബെ വരുമ്പോ 2 സാരി മേടിച്ചോണ്ട് വരണേ. അന്ന് ഹൈദരാബാദിൽ പോകുന്ന മേടിച്ച സാരികളാ. കുറെ നാളായില്ലേ സാരിയൊക്കെ മേടിച്ചിട്ട്. 2 അല്ല 4 സാരി വാങ്ങിച്ചു തരാം. നമുക്ക് ഒന്നിച്ചു പോയാലോ? വേണ്ട വേണ്ട, ഞാനേ അടുക്കളയിലോട്ടൊന്ന് എവിടെ പോവാ? ജാനുവിനെ ഞാൻ ചെന്നിരിക്കൽ ഭക്ഷണം ഒന്നും കഴിക്കില്ല അവിടെ. അത് സാരമില്ല, അവള് അത് കഴിച്ചോളൂ. നീ വാ. അതെ കുഞ്ഞെ, നാളെ ഞാൻ വരില്ല കേട്ടോ. സത്യന് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അമ്പലം വരെ ഒന്ന് പോണം. ആണോ? എവിടെ സത്യന് ഇന്റർവ്യൂ? ഗൾഫിൽ പോകാനുള്ള കാര്യം ശരിയായിട്ടുണ്ട്. അപ്പോ
അതിനായിട്ട് പോവാ. ആ, ഓ. കുഞ്ഞിന്റെയും മുതലാളിയുടെയും കാരുണ്യം കൊണ്ട് അവന് പഠിക്കാനും എഞ്ചിനീയർ ആവാനും കഴിഞ്ഞു. ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ അവൻ എഞ്ചിനീയർ ആകാൻ കഴിയില്ലല്ലോ ജാനു. അവന്റെ കഴിവ് അവൻ പഠിച്ചു. അവന്റെ മാത്രം കഴിവില്ലല്ലോ. ഇവിടുത്തെ കുഞ്ഞിന്റെയും മുതലാളിയുടെയും കാരുണ്യം ഇല്ലെങ്കിൽ അവന് പഠിക്കാനും എഞ്ചിനീയർ ആവാനും കഴിയുമോ? രഘു വരൂ, കമ്പനിയിലേക്ക് പോകണം. ഞാനിപ്പോ വരാം. നീ ഇതൊക്കെ അരിഞ്ഞു വെക്ക് കേട്ടോ. ഹലോ ഹലോ, ആ മിസ്റ്റർ ദേവൻ, നീ ഈ റോബറിൽ പങ്കാളിയാണോ? ഇല്ല, ഞാൻ വരില്ല. എനിക്കൊന്നും തരേണ്ട നീ. എന്റെ അച്ഛൻ ധാരാളം സമ്പാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീയൊക്കെ പറയുന്ന പോലെ ചെയ്ത് സമ്പാദിക്കേണ്ട കാര്യം എനിക്കില്ല. നീ പറയുന്നത് കേക്കു ദേവ, അല്ലെങ്കിൽ നീ ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ല. ഉറപ്പ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാനതിന് കൂടെ നയിക്കത്തില്ല. ആ ശരി, നീ വരുന്നില്ലെങ്കിൽ വേണ്ട. നീ പറഞ്ഞല്ലോ നിന്റെ തന്തയുടെ സമ്പാദ്യത്തെ പറ്റി. അതിൽ നിന്നിട്ട് ഒരു 50 ലക്ഷം ഞങ്ങൾക്ക് തന്നേക്ക്. നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടേക്കാം. എന്താ? പിന്നെ നീയും ഞങ്ങളൊന്നുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല. It's really beautiful. അച്ഛനോടും അമ്മയോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ മോനെ നിനക്കൊരു മുഖവര? അച്ഛാ, ഞങ്ങള് 4 പേര് കൂടി ഒരു ബിസിനസ് തുടങ്ങാൻ പോവാ. കൊള്ളാലോ, എന്നെ പോലെ തന്നെ ചെറുപ്പം മുതലേ ബിസിനസ് തുടങ്ങിയോ? നമ്മുടെ മീൻ മാർക്കറ്റില്ലേ, ഉം. അതിൽ ഞങ്ങൾ ലീസ് എടുക്കാൻ പോകും. ഒരു 50 ലക്ഷം രൂപ വരും ഒരാൾക്ക്. വലിയ മാർക്കറ്റാ, നല്ല പൈസ കിട്ടും. ഒരു മാസം കൊണ്ട് തന്നെ ലക്ഷങ്ങൾ മറിയും. നിനക്ക് വിശ്വാസമാണോ പൈസ കിട്ടുമെന്ന്? പിന്നീട് അത് പൊട്ടിപ്പോയി തകർന്നുപോയി എന്നും പറഞ്ഞു വന്നാൽ 5ന്റെ പൈസ ഞാൻ തരില്ല. പിന്നെ സ്വത്ത് ഭാഗം വെക്കുമ്പോ 3-1 ഭാഗം അത് നിനക്കുള്ളതാ, അത്രമാത്രം. അച്ഛൻ എനിക്ക് ഒന്നും തരണ്ട. ഇതിലൂടെ ഞാൻ രക്ഷപ്പെടും. മോനെ, അച്ഛൻ പറഞ്ഞ നീ കേട്ടല്ലോ. നിന്റെ ജീവിതം നീ തെരഞ്ഞെടുത്തു. അതെ എന്റെ അമ്മേ. എന്നാ നീ നാളെ കമ്പനിയിലേക്ക് ചെല്ല്. മാനേജർ വർഗീസിനോട് ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ഓക്കെ? അച്ഛനും അമ്മയും സന്തോഷിച്ചിരിക്കുന്നൊക്കെ കൊള്ളാം. ദേവേട്ടന്റെ പോക്ക് അത്ര ശരിയല്ല. രണ്ടുപേരും സൂക്ഷിച്ചോ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഫ്രെഡി, നിങ്ങൾ പറഞ്ഞ 50 ലക്ഷം രൂപ ഞാൻ തരാം. പക്ഷേ എനിക്കൊരു 3 ദിവസത്തെ സമയം തരണം. ഈ കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതെനിക്ക് മുദ്ര പേപ്പറിൽ എഴുതി തരണം. ഓക്കെ? ശരി. എടാ മോനെ, അവളെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ നോക്ക്. ആ തന്തയുടെ കയ്യിൽ പൂത്ത കാശ. എത്രയും പെട്ടെന്ന് അയാൾ കെട്ടിച്ചുവിടും. വല്ല പണക്കാർക്കും പിടിച്ചു കൊടുക്കും. സാവിത്രി, നീ എന്ത് വർത്താനം ഈ പറയണത്? നമ്മൾ അവിടെ പോയിട്ട് പെണ്ണ് ചോദിക്കണ്ടേ? എന്നിട്ട് വേണ്ട ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവരാൻ. അതിന്റെ കാര്യമാണ് അവള് പറഞ്ഞത്. അച്ഛന് മനസ്സിലായി. ഇവന്റെ അച്ഛനാ മനസ്സിലാവാത്തത്. അമ്മ വിഷമിക്കണ്ട, ഞാൻ അവളെ കിട്ടുള്ളൂ. എന്റെ പേര് രാജ.
ആ ഇരിക്കും. ആ ഇങ്ങോട്ട്. രാധു. ഓ ഗോപിയേട്ടാ. ആരാ മനസ്സിലായില്ല? എന്റെ പേര് രാഘവൻ. ഇതെന്റെ അച്ഛൻ അച്യുതൻ നായർ, ഭാര്യ സാവിത്രി, മകൻ സുധീർ. ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതിനൊരു ഉദ്ദേശമുണ്ട്. പറയൂ, എന്താ വിശേഷിച്ച്? എന്റെ മകൻ സുധീറിന് പെണ്ണു നോക്കാൻ വന്നതാണ്. ഓ, അന്ന് മോള് ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, പറയാൻ മാത്രമൊന്നുമില്ല. ആ. അവര് തമ്മിൽ നേരത്തെ പരിചയമുണ്ട്. ഞങ്ങൾ ഇവര് പെണ്ണു നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ ഇവിടുത്തെ കുട്ടിയുടെ കാര്യം പറഞ്ഞത്. ആരുടെ മോളാണെന്നും മോൾ എവിടത്തെയാണെന്നും മോൻ കണ്ടുവച്ചിട്ടുണ്ട്. കൊച്ചു കള്ള്. പിള്ളേരുടെ ഇഷ്ടമല്ലേ, ഇനിയിപ്പോ അവന്റെ ഇഷ്ടത്തിന് എതിരിക്കണ്ടെന്ന് കരുതിയ. ഇതെന്റെ മൂത്തവൻ ദേവദത്തൻ. അവൻ എന്നെ ബിസിനസ്സിലൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമൻ ദേവകൃഷ്ണൻ. അവൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോബ് നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു മോളാണ്, ദേവതീർത്ഥ. മോളെ, നിനക്ക് സുധി അറിയാവോ? സുധിക്ക് നിന്നെ അറിയാത്രേ. അവനവന്റെ അമ്മയും അച്ഛനെയും മുത്തശ്ശനെയും ഒക്കെ കൂട്ടി പെണ്ണി ഒതുക്കാൻ വന്നാ. ദാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. കുട്ടികളെ ജാതകം നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. മോനെ, ഞങ്ങൾ പോണ്ടിച്ചേരി പോവാ. ആ സെറ്റിനെ കാണുന്നുണ്ട്, ബിസിനസിന്റെ ആവശ്യം. അപ്പൊ ഈ ആഴ്ച കമ്പനിയൊക്കെ നോക്കിക്കോ. വർഗീസിനെ വിളിച്ച് ഞാൻ എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ കേട്ടോ? വേണ്ട, വണ്ടി എടുക്ക. ബാ. ആ മോൻ വന്നോ? നിന്റെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോടാ മോനെ. 2 ദിവസമായി ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അച്ഛന്റെ മോന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇപ്പൊ ഗോപിയുടെ ഒരു സ്വഭാവം ഇതാണ്, എവിടെ പോയാലും ഫോൺ വിളിക്കില്ല. മക്കള് വലുതായി ഉണ്ടായിരിക്കും. എന്താ മോനെ? ചായ എടുത്തോണ്ട് വരാം. ഇപ്പൊ ചായ എടുത്തോണ്ട് വരാം. എന്താടാ? ഏട്ടനും അച്ഛനും പോണ്ടിച്ചേരിയിൽ വെച്ച്. എന്താ മോനെ? എന്താടാ? കാറിലൊരു ലോറി ഇടിച്ചു. അമ്മേ, അമ്മേ, തീർത്തേ, മോളെ തീർത്തേ. കണ്ണൂർക്കമ്മേ, കുറച്ച് വെള്ളം എടുക്കോ? വേമ്പ അമ്മേ, കണ്ണൂർക്കമ്മേ. വേമ്പ അമ്മേ, അമ്മേ. മോനെ, മോനെ.
മോനെ, ഈ കാണുന്ന സകല സ്വത്തുക്കളും നിന്റെ അമ്മയുടെ പേരില, ഈവൻ ഫാക്ടറി ഓൾസോ. ഇതെല്ലാം നമുക്ക് തിരിച്ചെടുക്കണം. നിന്റെ തന്ത ആളൊരു മിടുക്കനായിരുന്നു. അതെങ്കിലേ എല്ലാം അമ്മയുടെ പേരിലാണ്. അതൊക്കെ തിരിച്ചെടുക്കണം. അതിന് ഞാൻ ചില വഴികളൊക്കെ കണ്ടിട്ടുണ്ട്. മോനെ, എന്റെ മോള് നിനക്കിഷ്ടമാണെന്നറിഞ്ഞതിന് ശേഷം അവളെ കെട്ടിച്ചു തന്നതിന്റെ പ്രധാന കാരണം ഈ സ്വത്തുക്കളെല്ലാം കണ്ടിട്ടാണ്. അതെ അങ്കിളെ, അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ അങ്കിളെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്തത്. അതിനുള്ള വഴി നോക്ക്. കടക്കടപ്പുറത്ത് രാധികെ, നിന്റെ തലമുടി നരച്ചു എന്നേ ഉള്ളൂ. നീ ഇപ്പോൾ നല്ല സുന്ദരിയാണ്. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കാം. നമുക്ക് ഇവിടെ അങ്ങനെ സുഖമായി ജീവിക്കാം. എന്താ? ഓഹോ, അപ്പോൾ ഇതായിരുന്നല്ലേ നിങ്ങളുടെ പരിപാടി? കുറെ കൊല്ലങ്ങളായി ഈ മനുഷ്യൻ നിങ്ങളുടെ മാനേജർ ആയിരുന്നില്ലേ? പണ്ട് മുതലേ നിങ്ങളുടെ ഭർത്താവ് ടൂർ പോകുമ്പോഴൊക്കെ വെറുതെയല്ല, യാതൊരു ഉറപ്പുമില്ലാതെ ഇയാൾ ഈ മുറിയിൽ എന്താ അമ്മ ഇത്? നിങ്ങളെങ്ങനെ വിളിക്കാൻ പോലും എനിക്ക് ഉറപ്പാണ്. അങ്കിളെ, എന്താ ഇത്? വളരെ മോശമായി പോയിട്ടോ. ഞാനൊന്നും ചെയ്തില്ല. കാലത്ത് എന്നെ കണ്ടപ്പോ ഒന്ന് റൂമ് വരെ വരാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു വരുന്ന സ്വത്തുക്കളുടെ വല്ല കാര്യം പറയാനാണെന്ന്. അത്രേ ഉണ്ടായുള്ളൂ. കണ്ടോ ഇവരെത്ര ചീത്തയാണെന്ന്. തള്ളേ, നിങ്ങളെക്കാൾ വലുത് എനിക്ക് എന്റെ ഭാര്യയുടെ അച്ഛനും അമ്മയാണ്. തള്ളേ, ഇങ്ങോട്ട് വാ. ഇങ്ങനത്തെ അമ്മ എനിക്കില്ല. പറയുന്ന പോലെ എനിക്ക് നാണക്കേടാണ്. വൃത്തികെട്ട സ്ത്രീയെ, ഇങ്ങനത്തെ അമ്മ എനിക്കില്ല. പറയുന്ന പോലെ എനിക്ക് നാണക്കേടാണ്. വൃത്തികെട്ട സ്ത്രീയെ, എനിക്ക് കാണണ്ട നിങ്ങളുടെ കള്ളക്കണ്ണീര്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ മകനില്ല. ചാവോ ജീവിക്കോ എന്താ വെച്ചാൽ ചെയ്തോ. മോനെ കഥ തുറക്കട. അവന്റെ എനിക്ക് അകല് പോലെ കഥ തുറക്കട. എനിക്ക് ആരുമില്ലടാ മോനെ.
നമ്മുടെ രാധിക കുഞ്ഞല്ലേ? എന്തു പറ്റി കുഞ്ഞ്? എന്താ ഇവിടെ ഇരിക്കുന്നത്? എനിക്കും വേണ്ട മുഹമ്മദ്, എന്നെ ആർക്കും വേണ്ട. എനിക്ക് ആരും കൊച്ചോനെ, നമ്മൾ എന്തായി കേൾക്കുന്നേ? കുഞ്ഞു വാ, മോളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. വരി. കല്യാണത്തിന് പോലും വരാത്തവർ ദേ വരുന്നുണ്ട്. മോളെ, ദേ നിന്റെ തള്ള ആരെയോ കൂട്ടി വരുന്നുണ്ട്. സാവിത്രി, നീ കാര്യം അറിയാതെ വിധി എഴുതരുത്. ആ ഓക്കെ കിച്ചോട്ടാ. ഇക്ക, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ നോയിക്കോളാം എന്റെ അമ്മയെ. പറച്ചോനെ, ഒരു മോളെങ്കിലും ഉണ്ടല്ലോ ഈ അമ്മയ്ക്ക് തുണയായിട്ട്. രാധിക, കയറി വരും. ഇതാ ഒരു അന്യവീടൊന്നല്ലല്ലോ. കിച്ചോട്ടാ, ഞാൻ ഇനി ഇവരെന്ത് ചെയ്യണം? നമുക്കിനി ഇവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ഇവിടെ നിർത്താനും ഒക്കത്തില്ല. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ആ തള്ളയെ നോക്കാൻ എന്നെ കൊണ്ടുപോയില്ല. പിന്നെ ഇതിന്റെ ഷെയർ അത് നാളെ വീട്ടിലൊന്ന് വാങ്ങിച്ചോ, ഞാൻ എല്ലാം ശരിയാക്കി വെക്കാം. ദേ മനുഷ്യ, സ്വന്തം മകന്റെ അമ്മായിപ്പിനോട് റൂമിൽ വരാൻ പറഞ്ഞ സ്ത്രീയാണ് അവര്. എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് കുറെ നാളായി. എന്റെ സാവിത്രി, അവരൊരു പാവാണ്. അവർ കേൾക്കണ്ട. ഓഹോ, അവര് പാവമായി എത്ര പിടിയെന്ന്. എന്റെ ദൈവമേ, ഇനി ഞാൻ എന്നും പുറത്താകുമോ എന്തോ. എങ്ങനെ മനസ്സമാധാനത്തോടെ ഇവിടെ നിൽക്കും? ഇതൊന്നും കേട്ട് രാധിക വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. മോളെ, മോളെ, മോളെ. എന്താ അമ്മേ? മോളെ, അമ്മ ഇവിടുന്ന് പോവുക. എന്തു പറ്റി? ഇനി അമ്മ ഇവിടുത്തെ അച്ഛനെ എങ്ങാനും. മോളെ, നീ എന്ത് വർത്താനായി പറയുന്നത്? അല്ല, സ്വന്തം ആണെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലായി. രാധികെ, ഒന്നും പറയാൻ എനിക്ക് അവകാശമില്ല. പണ്ട് മുതലേ ഇവിടെ ഭരിക്കുന്നത് എന്റെ ഭാര്യയാണ് എന്ന് കരുതി കഴിവില്ലാത്തതാണ് നീ കരുതരുത്. പക്ഷേ കുടുംബം കുട്ടികളൊക്കെ ആകുമ്പോൾ പുരുഷൻ സഹിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിസ്സഹായനാണ്. സാരമില്ല, എന്ത് വിധിയ. മമ്മക്ക ഒരു കട്ടൻ. ഇതാരെ ഇരിക്കുന്നത്? വലിയ വീട്ടിലൊരമ്മയാ. ഇപ്പൊ ആരും ഇല്ലാതെയും ഒന്നുമില്ലാതെയും.
എനിക്കറിയുന്ന ഒരു വക്കീലുണ്ട്, സാറിനെ കൂട്ടി ഞാൻ വരാം. സ്വത്ത് വാങ്ങാനും എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനും ആ തള്ള അയച്ചിട്ട് വന്ന വക്കീലാണ്. അവര് മരപ്പിക്കാറുന്നതിന് മുമ്പ് നമ്മൾ മാനത്ത് കണ്ടു. മനസ്സിലായോ? ഞങ്ങളവിടെ പോയിരുന്നു. പക്ഷേ വക്കീൽ സാറിന്റെ ഫീസ് എത്രയാ? ഈ അമ്മയ്ക്ക് വേണ്ടി വാദിക്കാൻ പോലും എനിക്കായില്ല. പിന്നെ ഞാൻ എന്ത് ഫീസ് വാങ്ങണം മമ്മൂക്ക? നിങ്ങൾ ഈ അമ്മയ്ക്ക് താമസിക്കാനുള്ള ഇടം കണ്ടുപിടിക്കും. അമ്മേ, എനിക്കൊരു അമ്മയുണ്ട്. അച്ഛനില്ലാത്ത എന്നെ പഠിപ്പിച്ച് വലുതാക്കിയത് ആ അമ്മ. ആ അമ്മയെ ഞാൻ പൊന്നുപോലെയാണ് നോക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് വലിയ കേസൊന്നും കിട്ടുന്നില്ല. കഷ്ടപ്പെട്ടാണ് ഞാനും അമ്മയും കഴിയുന്നത്. അല്ലെങ്കിൽ ഞാൻ... സാരമില്ല, ഏതെങ്കിലും വൃദ്ധസദനം കിട്ടുമോ എന്ന് ഞാൻ നോക്കട്ടെ. അവിടെ എന്തെങ്കിലും കെട്ടിവെക്കണം. എങ്കിലും എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഞാൻ മമ്മൂക്കാനോട് പറയാം.
അമ്മ എന്നെ മറന്നോ? ഞാൻ സത്യനമ്മ. അമ്മയുടെ സഹ ജാനുവിന്റെ മകൻ. അമ്മ തന്ന ആഹാരവും പുസ്തകങ്ങളും വസ്ത്രങ്ങളും സ്നേഹവുമാണ് ഒന്നുമില്ലാതെ വരുന്ന അടുക്കളക്കാർ ജാനുവിന്റെ മകൻ ഈ നിലയിലെത്തിയത്. ഇതൊന്നും എന്റെ രാധമ്മയ്ക്ക് വേണ്ട. ഞാൻ നാട്ടിൽ പോയപ്പോൾ അവിടെ വീട്ടിൽ പോയിരുന്നു. ഞാൻ ജാനമ്മ ഇടയ്ക്ക് ഗൾഫിൽ കൊണ്ടുപോയിരുന്നു. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ വീട് വിട്ടുപോയെന്നാ പറഞ്ഞത്. കിച്ച് ശരിക്കും മാറിപ്പോയമ്മേ. പക്ഷേ ദൈവം വലിയവനാണ്. അതാണ് എനിക്ക് എന്റെ അമ്മയെ രാധമ്മയെ കിട്ടിയത്. രാധേ കുഞ്ഞല്ലേ ഇത്? എന്ത് പറ്റി എന്റെ മോൾക്ക്? എവിടുന്ന് കിട്ടിയ സത്യ എന്റെ മോളെ? ഇത് നിങ്ങൾക്ക്, ഇതെന്റെ രാധമ്മയ്ക്ക്. മോനെ കണ്ടോ, രണ്ടമ്മമാർ. ഇതിൽ പരം സമ്പത്ത് വേറെന്താ വേണ്ടത്? ശരിയാ ചേട്ടാ, ഈ സന്തോഷം എന്നും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതിപ്പരം വേറെ എന്തായാലും വേണ്ടേ? അച്ഛാ, അച്ഛനെ ഈ അമ്മൂമ്മയാണോ പഠിപ്പിച്ചത്? അമ്മൂമ്മ പഠിപ്പിച്ച് മാത്രമല്ല, നല്ല ഭക്ഷണം തന്നത്, നല്ല വസ്ത്രങ്ങൾ തന്നത്. പിന്നെ അച്ഛന് ഈ നിലയിലെത്താൻ കാരണം എല്ലാം ആ അമ്മൂമ്മ. മക്കളെ, ആ അമ്മൂമ്മയ്ക്ക് ഒരു കുറവും വരുത്താതെ നോക്കണം. ഇല്ലച്ചാ, അമ്മമ്മയ്ക്ക് ഒരു കുറവും വരില്ല. വാ അമ്മൂട്ടി.
രാധിക കുഞ്ഞിനെ തേടി മധുക്കുഞ്ഞ് ഇന്നലെ ആ വീട്ടിൽ ചെന്നിരുന്നു. അവർക്കറിയില്ലെന്ന് പറഞ്ഞു. ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്നാ പറഞ്ഞു. മൂപ്പര് ചായ കുടിക്കാൻ പീടികയിൽ വന്നിരുന്നു. ആരാ എവിടുന്നാന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞത് കുഞ്ഞിന്റെ വലിയേട്ടനാണെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ സത്യനെ കണ്ടിരുന്നു. ഓനെല്ലാം എന്നോട് പറഞ്ഞു. അതാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇനി എല്ലാവരും കഴിക്കും, എന്നിട്ടാവാൻ സംസാരം. മോനെ സത്യ, നീ ഉള്ളതുകൊണ്ടാ എന്റെ പെങ്ങളിന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത്. ഇനി ഞാൻ കൊണ്ടേക്കോട്ടെ എന്റെ പെങ്ങളെ, ഞാൻ കൊണ്ടുപോവാ. രാധമ്മയുടെ വലിയേട്ടൻ, അപ്പോൾ ഞാൻ മാമെന്ന് വിളിച്ചേട്ടെ. മാമ കൊണ്ടുപോകുന്നത് കൊള്ളാം. പക്ഷേ ഇനി എന്റെ രാധമ്മയെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടാൽ, അങ്ങനെ ഇനി എന്തെങ്കിലും കണ്ടാൽ ഒരു പക്ഷേ ഞാൻ ഒരു കൊലപാതകയാകേണ്ടി വരും. വലിയേട്ടാ, ഞാൻ ഇനി എവിടേക്കും വരുന്നില്ല. ഇവിടെ എന്റെ മകന്റെ അടുത്ത് കിടത്ത് ഞാൻ മരിച്ചോളാം. ആരും എന്റെ വലിയേട്ടനെ എന്നിവിടെ വന്ന് കാണാലോ. ശരി മോളെ, നിന്റെ തീരുമാനം തന്നെ ശരി. ഞാൻ ഇറങ്ങുക, ഇടയ്ക്ക് വരാം. അമ്മേ, ഇനി അല്പം മധുരമാണ്.